പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സുരക്ഷാ വീഴ്ചകളുടെ മുഴുവൻ കണക്കുകളും തുറന്നു കാട്ടുന്ന വൻ സ്ഫോടനം. സൈനികരുമായി പോവുകയായിരുന്ന ട്രെയിനിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഇടിച്ചുകയറ്റി നടത്തിയ ചാവേർ ആക്രമണത്തിൽ 23-ലധികം പേർ കൊല്ലപ്പെട്ടു. 40-ലധികം പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. പാക് സൈനിക സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി ബലൂച്ചികൾ നടത്തുന്ന ഈ പുതിയ നീക്കം പാകിസ്ഥാൻ ഇന്റലിജൻസിന്റെ തൊപ്പിയിലെ പരാജയത്തിന്റെ പൊൻതൂവലാണ്. ക്വറ്റ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത്. പാക് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ക്വറ്റയിൽ നിന്ന് ഷെവാറിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിലേക്ക് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ട്രെയിനിന്റെ ചില ഭാഗങ്ങൾ തകരുകയും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന 10-ലധികം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ക്വറ്റയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും അധികൃതർ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ ഭരണത്തിൽ നിന്ന് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ BLA ഈ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. തങ്ങളുടെ ചാവേർ വിഭാഗമായിട്ടുള്ള മജീദ് ബ്രിഗേഡാണ് ഈ ഫിദായിൻ ആക്രമണം നടത്തിയതെന്നും BLA വ്യക്തമാക്കി. ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന പാക് അധിനിവേശ സേനയെ കൃത്യമായി ലക്ഷ്യമിട്ടാണ് തങ്ങൾ ഈ ഓപ്പറേഷൻ നിർവഹിച്ചതെന്നും കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും അവരുടെ പ്രസ്താവനയിൽ പറയുന്നു. ഇതൊരു സാധാരണ ആക്രമണമല്ല, മറിച്ച് ബലൂച്ച് പോരാളികൾ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് കൂടിയാണിത്. സാധാരണ കണ്ടുവരുന്ന ഒറ്റയാൾ ചാവേർ ആക്രമണങ്ങളിൽ നിന്നും മാറി സൈനികരെ കൊണ്ടുപോകുന്ന ട്രെയിനിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം തന്നെ ഒരു ചാവേർ വാഹനം തന്നെ നേരിട്ടിടിച്ച് കയറ്റിയുള്ള ഈ രീതി ബലൂച്ചുകളുടെ ഒരു പുതിയ മോഡൽ സ്ട്രാറ്റജിയാണ്. തങ്ങളുടെ മണ്ണിലെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുകയും തങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പാക് ഭരണകൂടത്തിനെതിരെ ബലൂച്ചുകൾ നടത്തുന്ന പോരാട്ടം കൂടുതൽ തീവ്രവും സുസജ്ജവുമാകുന്നു എന്ന് ഈ സംഭവം അടിവരയിടുന്നു. നിലവിൽ സുരക്ഷാ സേനയും ദുരന്ത നിവാരണ വിഭാഗവും പ്രദേശത്ത് വൻതോതിലുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ക്വറ്റയിൽ നിന്നുള്ള ജാഫർ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ യാത്ര മുൻകരുതൽ എന്ന നിലയിൽ നിർത്തിവെച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ പുതിയ തന്ത്രങ്ങളുമായി ശക്തമായി തിരിച്ചടിക്കുന്ന ബലൂച്ചികളുടെ ഈ പ്രതിരോധം വരും നാളുകളിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് തന്നെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.